ഇന്ന് എൻ്റെ ഒരു ദിവസം ഒരു മിനി വ്ളോഗാണ്, അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലൊക്കെ. അപ്പോൾ കോളേജിൽ പോയുള്ളതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് റെഡി ആവുക. എൻ്റെ റൂമിൽ നിൽക്കുമ്പോൾ താഴെ കോളേജ് ബസ് വന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ അത് പോയോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്. അത് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് കോളേജ് ബസ് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ റെഡി ആവും. അപ്പോൾ ഇന്ന് യൂണിഫോം അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ ഒരുങ്ങുന്നുണ്ട്. അതായത് എപ്പോഴും ഒരുങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ മുടിയൊന്നും കെട്ടി വെക്കണ്ട. യൂണിഫോം ആയിരുന്നെങ്കിൽ മുടിയൊക്കെ കെട്ടി വെക്കണം. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് അഴിച്ചിട്ടിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് അടയാഭരണങ്ങളും ഇട്ടിട്ടുണ്ട്. ഇതൊന്നും എപ്പോഴും ഇടാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് ഇട്ടു. ഹോസ്റ്റലിലെ ഫുഡ് അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ദോശ കഴിച്ചിട്ടാണ് ഹോസ്റ്റലിലോട്ട് പോകുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കോളേജ് ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടു. ഇന്ന് 9 മണിക്കല്ല 10 മണിക്കാണ് ക്ലാസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം 10 മണിയാവുന്നത് വരെ പാർക്കിലൊക്കെ ഇരുന്നിട്ടാണ് കോളേജിലോട്ട് പോയത്. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഹോസ്റ്റലിൽ വന്നിട്ടാണ് ബാക്കി വീഡിയോ എടുക്കുന്നത്. ഹോസ്റ്റലിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും സാമ്പാറും മോരിക്കറിയും കടലക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുളിക്കാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മുഖം നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും ലിബാമും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ടെറസിൽ പോയി. തലയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് ടെറസിൽ വന്നിരിക്കുമ്പോൾ നല്ല സുഖമാണ്. ആ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് മുടിയൊക്കെ ഉണക്കിയിട്ട് വൈകിട്ടായപ്പോൾ നല്ല വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കടയിൽ പോയി പാലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ബിസ്ക്കറ്റൊക്കെ ഇട്ട് ചായയൊക്കെ ഇട്ടാണ് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് രാത്രി ആയപ്പോഴേക്കും കോളേജിലത്തേന് വേണ്ടി കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇത് എഴുതിയില്ലെങ്കിൽ പിന്നെ മാം അറ്റൻഡൻസ് തരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുന്നങ്ങ് എഴുതിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഫുഡ് വന്നു. പിന്നെ ഫുഡാണല്ലോ മെയിൻ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് ചോറും ചിക്കനും ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പണിയില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ റൂം വരെ ഒന്ന് വെറുതെ പോയതാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു കലാകാരി ഇവിടെ പടമൊക്കെ വരച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് രാത്രി ഹോസ്റ്റലിൽ ചിക്കൻ കറിയും ചപ്പാത്തിയും ബാക്കി വന്നു. പിന്നെ ഞങ്ങൾ അത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അതും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങാനും സമയമായി.